ചാപ്റ്റർ 13 ഹുദ്ഹുദ്. ഹുദ്ഹുദ് എന്ന ബേർഡിനെ കുറിച്ചിട്ടാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ബേർഡാണ് ഹുദ്ഹുദ്. ഇതിൻ്റെ കൽഗി എന്ന് പറയുന്ന ക്രൗണിനെ കുറിച്ചിട്ടാണ് ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഹുദ്ഹുദ് കോ കൽഗി कैसे മിലി. ഹുദ്ഹുദിന് എങ്ങനെയാണ് ഈ ക്രൗൺ കിട്ടിയിരിക്കുന്നത്? एक बार सुलेमान नाम के बादशाह आकाश में उड़ने वाले अपने उड़न खटोले पर बैठे कहीं जा रहे थे. एक बार ഒരു പ്രാവശ്യം സുലൈമാൻ എന്ന പേരുള്ള ബാദ്ഷാ രാജാവ് ആകാശത്തിൽ പറക്കുന്ന ഒരു ഉഡ്നെ വാലെ പറക്കുന്ന അപ്നെ ഉഡൻ കട്ടോലെ പറഞ്ഞ ഇവിടെ പറക്കുന്ന ഒരു കട്ടിൽ ആണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു ഇമാജിനേഷൻ ആണ് ഈ കഥ. അങ്ങനെ പറക്കുന്ന ഒരു കട്ടിലിൽ അദ്ദേഹം അതിൽ ഇരുന്ന് പോകുകയായിരുന്നു. ബഡി ഗർമി ഥി, ഭയങ്കര ചൂടായിരുന്നു. ധൂപ് സേ വഹ പരേശാൻ ഹോ രഹേ ഥേ, വെയിൽ കൊണ്ട് അയാൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആകാശ് മേ ഉഡ്നെ വാലെ ഗിദ്ദോं से उन्होंने कहा कि अपने पंखों से तुम लोग मेरे सिर पर छाया कर दो. ആകാശത്തിൽ പറക്കുന്ന ഗിദ്ദോം വൾച്ചറുടെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ചിറക് കൊണ്ട് എനിക്കൊന്ന് തണൽ തരാമോ? പർ ഗിദ്ദോനെ ऐसा करने से मना कर दिया. അവർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വിസമ്മതിച്ചു, അല്ലെങ്കിൽ അവർ സമ്മതിച്ചില്ല. ഉനോനെ ബഹാന ബനാത്തെ ഹുവേ കഹ, അവർ നോ എന്ന് ഡയറക്റ്റ് അല്ല പറഞ്ഞ്, അവർ റീസൺ പറഞ്ഞു, ബഹാന പറഞ്ഞ ഒരു കാരണം പറഞ്ഞിട്ടാണ് അവർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. എന്താണ് കാരണം? ഹം തോ ഇത്നെ ഛോട്ടെ ഛോട്ടെ ഹേ ഹമാരി ഗർദൻ പർ പങ്ക് ഭി നഹീ ഹേ ഹം ഛായ कैसे कर सकते हैं. ഹം തോ ഇത്നെ ഛോട്ടെ ഛോട്ടെ ഹേ, ഞങ്ങൾ ഭയങ്കര ചെറുതാണല്ലോ. ഹമാരി ഗർദൻ പർ പങ്ക് ഭി നഹീ ഹേ, ഞങ്ങളുടെ കഴുത്തിൽ ചിറകും കൂടിയില്ല. ഹം ഛായ कैसे दे सकते हैं, ഞങ്ങൾ എങ്ങനെയാണ് തണൽ തരിക? സുലൈമാൻ ആകെ ബഡ് ഗയ്, ഇത് കേട്ടിട്ട് സുലൈമാൻ മുമ്പിലേക്ക് പോയി. കുച്ച് ദൂർ ജാനെ പർ ഉൻകി ഭേന്റ് ഹുദ്ഹുദോं के മുഖിയ സേ ഹുയി. കുറച്ചു ദൂരം പോയപ്പോൾ അദ്ദേഹം ഹുദ്ഹുദിൻ്റെ മുഖിയ പറഞ്ഞ നേതാവ്, ഹുദ്ഹുദിൻ്റെ നേതാവിനെ കണ്ടു. സുലൈമാൻ ने उससे भी मदद मांगी. സുലൈമാൻ അവരുടെ അടുത്തും സഹായം ചോദിച്ചു. വേ ചതുർത്ഥ, അവർ ഭയങ്കര സൂത്രശാലികളായിരുന്നു, ക്ലെവർ ആയിരുന്നു. उसने फौरन अपने दल के सभी हुदहुदों को इकट्ठा करके बादशाह सुलेमान के ऊपर ഛായ कर दी. उसने फौरन, അവൻ പെട്ടെന്ന് തന്നെ, ആ നേതാവ് പെട്ടെന്ന് തന്നെ അപ്നെ ദൽ പറഞ്ഞ ഗ്രൂപ്പിലത്തെ എല്ലാ ഹുദ്ഹുദിനെയും ഒരുമിച്ച് വിളിച്ച് ബാദ്ഷാ സുലൈമാൻ്റെ മേലെ തണൽ കൊടുത്തു. സുലൈമാൻ പറഞ്ഞു, മേനെ ഗിദ്ദോं से भी मदद मांगी थी. ഞാൻ വൾച്ചറുടെ അടുത്തും സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേ മേരി മദത് കർ സക്തേ ഥേ, അവർക്കും സഹായിക്കാൻ പറ്റുകയായിരുന്നു. പർ ഉൻഹോനെ മേരി മദത് നഹീ കി, അവർ സഹായിച്ചില്ല. തും ഗിദ്ദോं से छोटे तो हो പർ ചതുർ അധിക് ഹോ, നിങ്ങൾ വൾച്ചറിനേക്കാളും ചെറുതാണ്, പക്ഷേ നിങ്ങൾ ഭയങ്കര സൂത്രശാലികളാണ്. തും സബ്നെ മിൽക്കർ മേരി സഹായത കി ഹെ, നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട്. തുംസെ ബഹുത് പ്രസന്ന ഹോ, मैं तुम्हारी कोई ഇച്ഛ പൂരി കറൂങ്ക. സുലൈമാൻ ഇവർ സഹായിച്ചപ്പോൾ സുലൈമാന് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ സുലൈമാൻ പറഞ്ഞു, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇച്ഛ, ഒരു വിഷ് ഞാൻ പൂർത്തീകരിക്കാം. ബതാവോ തുമ്ഹാരി ക്യാ ഇച്ഛ ഹെ, നിങ്ങളുടെ ഒരു ആഗ്രഹം എനിക്ക് പറഞ്ഞു തരൂ. മുഖിയ ने कहा, അപ്പോൾ നേതാവ് പറഞ്ഞു, മഹാരാജ് मैं अपने सभी साथियों से सलाह करने के बाद अपनी इच्छा बताऊंगा. മഹാരാജാവേ, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് സലാഹ് അഡ്വൈസ് അല്ലെങ്കിൽ ഡിസ്കഷൻ കഴിഞ്ഞിട്ടേ എൻ്റെ ആഗ്രഹം എനിക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹം പറയാൻ പറ്റുള്ളൂ. മുഖിയ ने साथियों से सलाह करने के बाद कहा, നേതാവ് എന്നിട്ട് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞു, മഹാരാജ് ये वरदान दीजिए कि हमारे सिर पर आज से सोने की कलगी निकल आए. മഹാരാജാവേ, ഈ വരദാനം തരൂ, അല്ലെങ്കിൽ ഈ വരം തരൂ,
എന്താണ് വരം? ഞങ്ങളുടെ തലയിൽ ഇന്നു മുതൽ സോനേകി കൽഗി, സ്വർണം കൊണ്ടൊരു കിരീടം വരട്ടെ എന്ന ആഗ്രഹം ഞങ്ങളുടെ സഫലീകരിക്കൂ. ബാദ്ഷാ ഹസേ ഓർ ബോലെ, മുഖിയ ഇസ്കാ ഫൽ ക്യാ ഹോഗാ, യേ തുമ്നെ സോച്ച് ലിയാ ഹേ. രാജാവ് ചിരിച്ചിട്ട് പറഞ്ഞു, മുഖിയ നേതാവേ, ഇതിൻ്റെ പരിണാമം അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ അതിനെക്കുറിച്ച് വിചാരിച്ചിട്ടുണ്ടോ? मुखिया बोला, हाँ महाराज, मैंने खूब परामर्श करके ये वर मांगा है. അതേ മഹാരാജാവേ, ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട്, ഖൂബ് പരാമർശ്, ഒരുപാട് ആലോചിച്ചിട്ടാണ് ഈ വരം താങ്കളുടെ എന്ന് ചോദിച്ചത്. സുലൈമാൻ ने प्रार्थना स्वीकार कर ली. രാജാവ് സമ്മതിച്ചു. സബി ഹുദ്ഹുദോं के सिर पर सोने की कलगी निकल आई. എല്ലാവരുടെയും തലയിൽ ഇതുപോലെ സ്വർണത്തിൻ്റെ കിരീടം വരാൻ തുടങ്ങി. लोगों ने सोने की कलगी को देखा तो वे ഹുദുദും के पीछे पड़ गए. ആൾക്കാർ പക്ഷേ ഈ കിളികളുടെ തലയിൽ ഈ സ്വർണ്ണ കിരീടം കണ്ടപ്പോൾ അവരുടെ പിന്നാലെ കൂടി. തീർ സെ ഉൻഹെ മാർ മാർക്കർ സോന ഇക്കട്ട കർണേ ലഗെ. അമ്പെയ്ത്, കിളികളുടെ മേലെ അമ്പെയ്ത് എല്ലാവരും സ്വർണം എടുക്കാൻ തുടങ്ങി. ഹുദൂദോं का വംശ സമാപ്ത് होने पर आ गया. അങ്ങനെ ഹുദൂദ് മരിച്ചിട്ട് അവരുടെ വംശനാശം തുടങ്ങി. तब मुखिया घबराकर बादशाह सुलेमान के पास पहुंचा और बोला. ഇത് കണ്ട് പേടിച്ചിട്ട് നേതാവ് രാജാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, इस सोने की कलगी के कारण तो हमारा वंश ही समाप्त हो जाएगा. ഈ സ്വർണ്ണ കിരീടം കാരണം ഞങ്ങളുടെ വംശം തന്നെ തീർന്നു പോകുമല്ലോ. സുലൈമാൻ ने कहा, मैंने तो शुरू में ही तुम्हें चेतावनी दी थी. ഞാൻ തുടക്കത്തിലേ നിങ്ങളെ വാർണിംഗ് ചെയ്തതല്ലേ? ചേതാവനി, വാർണിംഗ്, ഞാൻ വാർണിംഗ് തന്നതല്ലേ? खैर जाओ, आज से तुम्हारे सिर का ताज सोने का नहीं, सुंदर परों का हुआ करेगा. സാരമില്ല, ഖേർ ജാओ, സാരമില്ല, ഇപ്പം പോയിക്കോളൂ. ഇന്ന് മുതൽ നിങ്ങളുടെ തലയിലത്തെ ഈ ക്രൗണ് സ്വർണത്തിൻ്റെ ആയിരിക്കില്ല, അതിന് പകരം നല്ല സുന്ദരമായ വിങ്സ് കൊണ്ട് ആയിരിക്കും. और तभी से हुदहुदों के सर पर परों का ये ताज കൽഗി ശോഭ പാ രഹാ ഹെ. അപ്പോൾ മുതൽ അവരുടെ തലയിൽ നല്ല വിങ്സ്, നല്ല ക്രൗണ് ആയിട്ടാണ്, സ്വർണത്തിൻ്റെ അല്ലാണ്ട് വിങ്സ് കൊണ്ടുള്ള ക്രൗണാണ് അവരുടെ തലയിൽ ഉള്ളത്. ഹുദ്ഹുദ് ഏക് ബഹുത് ഹി സുന്ദർ പക്ഷി ഹെ. ഹുദ്ഹുദ് ദാ കണ്ടില്ലേ, അത് നല്ല സുന്ദർ ബ്യൂട്ടിഫുൾ ബേർഡാണ്. इसके शरीर का सबसे सुंदर भाग इसके सिर की कलगी होती है. ഈ കിളിയുടെ ഏറ്റവും സുന്ദരമായ ഭാഗം എന്ന് പറയുന്നത് ഈ കിളിയുടെ തലയിലുള്ള ഈ ക്രൗൺ ആണ്. वैसे तो यह इसे समेटे रहता है. സമേട്ടെ പറഞ്ഞാൽ ഒതുക്കി വെക്കുക, എപ്പോഴും അത് ഒതുക്കി തന്നെയായിരിക്കും വെച്ചിട്ടുണ്ടാവുക. पर जैसे ही किसी तरह की आवाज़ होती है ये चौकन्ना होकर परों को फैला लेता है. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള സൗണ്ട് കേട്ടാൽ കേട്ട് കഴിഞ്ഞാൽ യഹ് ചോക്കന്ന അലേർട്ട് ആയിട്ട് ഈ ഈ വിങ്സിനെ അത് സ്പ്രെഡാക്കിയിട്ട് വെക്കും. ഫെലാ ലെത്താ ഹെ, സ്പ്രെഡാക്കി വെക്കും. तब ये कलगी देखने में हूबहू किसी सुंदर पंखी जैसे लगने लगती है. അപ്പോൾ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ വിശറിയെ പോലെ, കൈകൊണ്ട് ചെയ്യുന്ന ഫാനിലെ അതുപോലെ വിശറിയെ പോലെ ആയിരിക്കും തോന്നുന്നുണ്ടാവുക. इसी कलगी के बारे में तुमने अभी एक सुंदर कहानी भी पढ़ी है. ഇതേ ക്രൗണിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഒരു മനോഹരമായ കഥയും കേട്ടത്. ഹുദ്ഹുദ് का सारा शरीर रंग बिरंगा और चटकीला होता है. ഈ ഹുദ്ഹുദിൻ്റെ മുഴുവൻ ശരീരവും കളർഫുള്ളും ചട്കീല ബ്രൈറ്റും ആയിരിക്കും. पंख काले काले होते हैं जिन पर मोटी सफ़ेद धारियाँ बनी होती है. പങ്ക് എന്നത് വിങ്സ് കാലെ കാലെ ബ്ലാക്ക് കളറായിരിക്കും. പക്ഷേ അതിൽ മോട്ടി സഫേദ് ധാരിയ സ്ട്രൈപ്സ്, ഇതിൽ വൈറ്റ് കളറുടെ സ്ട്രൈപ്സ് ഉണ്ടാവും ഇതുപോലെ. ഗർദൻ കാ അഗ്ലാ ഹിസ്സ ബാദാമി രംഗ് കാ ഹോത്താ ഹെ. ഈ ഗർദൻ പറഞ്ഞാൽ നെക്കിൻ്റെ ഈ ഭാഗം ബാദാമി രംഗ്, ബദാമിൻ്റെ കളറായിരിക്കും. चोटी भी बादामी रंग की होती है मगर उसके सिरे काले और सफ़ेद होते हैं. ചോട്ടി എന്നത് ഈ ഭാഗമാണ് പറയുന്നത്. പീക്ക് ഓഫ് ദ ബേർഡ്, ബീക്കല്ല പീക്ക് ഓഫ് ദ ബേർഡ് ബാദാമി രംഗായിരിക്കും. ഇതാ കണ്ടില്ലേ, ബാദാമിൻ്റെ കളറായിരിക്കും. മഗർ ഉസ്കെ സിരെ പറഞ്ഞാൽ അതിൻ്റെ എൻഡ് ഭാഗം എന്ന് പറയുന്നത് കാലെ ഓർ സഫേദ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും.
दुम का भीतरी हिस्सा सफ़ेद और बाहरी हिस्सा काले रंग का होता है. दुम പറഞ്ഞ ടെയിൽ, ടെയിലിൻ്റെ ഭാഗം ഉള്ളിൽ, ഭീത്തരി ഉള്ളിൽ വൈറ്റ് കളറും വെളിയിൽ ബ്ലാക്ക് കളറും ആയിരിക്കും. ചോഞ്ച് പത്ലി ലംബി തഥാ തീഖി ഹോത്തി ഹെ. ചോഞ്ച് ബീക്ക് പത്ലി മെലിഞ്ഞതും ബീക്ക് മെലിഞ്ഞതും കൂർത്തതും നീളമുള്ളതും കൂർത്തതും ആയിരിക്കും. തീഖി കൂർത്തതും ആയിരിക്കും. इस चोंच से ये आसानी से ज़मीन के भीतर छिपे हुए कीड़े मकोड़ों को ढूंढ निकालता है. ഈ ബീ കൊണ്ട് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ജമീൻ കെ ഭീതർ, ഭൂമിക്ക് അടിയിൽ ഇരിക്കുന്ന പ്രാണികളെ തെരഞ്ഞ് കണ്ടുപിടിക്കാനും ഇത് സഹായിക്കും. इसकी चोंच नाखून काटने वाली नहरनी से बहुत मिलती है. इसकी चोंच ഇതിൻ്റെ ബീക്ക് നാഖൂൺ നഖം മുറിക്കുന്ന നഹർനി നെയിൽ കട്ടറിനെ പോലെ ആയിരിക്കും. और शायद इसलिए कहीं कहीं इसे ഹജാമിൻ ചിടിയ കെ നാം സെ ഭി പുകാർത്തെ ഹെ. അത് കാരണം തന്നെ പലയിടങ്ങളിലും ഇതിനെ ഹജാമിൻ എന്നാണ് പറയുന്നത്. ഹുദ്ഹുദ് ഹമാരെ ദേശ് കെ സഭി ഭാഗോ മേ പായേ ജാത്തെ ഹെ. ഹുദ്ഹുദ് നമ്മളുടെ ദേശത്ത് പലയിടങ്ങളിലുമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കിളിയാണ് ഹുദ്ഹുദ്. तुमने इसे अपने घर के आसपास अपनी तीखी चोंच से ज़मीन खोदते हुए अवश्य देखा होगा. നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇതിൻ്റെ ഈ കൂർത്ത ബീ കൊണ്ട് ഭൂമിക്ക് അടിയിൽ പ്രാണികളെ തെരയുന്നത് കണ്ടിട്ടുണ്ടാവും. बोलते समय ये 3 बार हुप 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 सा कुछ कहता है, इसलिए इसे अंग्रेजी में हुप हु कहा जाता है. ഇത് സംസാരിക്കുമ്പോൾ ഹുപ്പ് 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 എന്ന് 3 പ്രാവശ്യം പറയും. അത് കാരണം ഇതിനെ ഇംഗ്ലീഷിൽ ഹൂപ്പ് ഊ എന്നാണ് പറയുന്നത്. ഹിന്ദി മേ ഇസെ ഹുദ്ഹുദ് कहते हैं. ഹിന്ദിയിൽ ഇതിനെ ഹുദ്ഹുദ് എന്നാണ് പറയുന്നത്. धूप में कीड़ा ढूंढने के कारण हमारे देश में कहीं कहीं इसे പതുബയ भी कहते हैं. ധൂപ് പറഞ്ഞ പുല്ലിൻ്റെ അടിയിൽ ഇത് പ്രാണിയെ തിരയുന്നത് കാരണം ചിലയിടങ്ങളിലായി ഇതിനെ പതുബയ എന്നും പറയുന്നു. और सुंदर कलगी की वजह से कुछ देशों में लोग इसे शाह सुलेमान कहकर पुकारते हैं. സുന്ദർ കൽഗി നല്ല ബ്യൂട്ടിഫുൾ ആയ ക്രൗൺ ഉള്ള കാരണം ഇതിനെ എന്തായിട്ടാണ് വിളിക്കുന്നത്? ഷാ സുലേമാൻ. മാതാ ഹുദ്ഹുദ് 3 से 10 तक अंडे देते हैं. മാതാ അമ്മ ഹുദ്ഹുദ് അല്ലെങ്കിൽ എന്താ പറയുക അതിലത്തെ പെണ്ണ് ഹുദ്ഹുദ്, അമ്മ ഹുദ്ഹുദ് 3 മുതൽ 10 മുട്ടകൾ വരെ തരാറുണ്ട്. जब तक बच्चे अंडे से बाहर नहीं निकल जाते वह अंडों पर बैठी रहती है, हटती नहीं. കുട്ടികൾ മുട്ടയിൽ നിന്ന് വിരിയണ വരെ അവർ ആ മുട്ടയുടെ മേലെ തന്നെയാണ് ഇരിക്കുക, അവിടുന്ന് മാറും കൂടിയില്ല. നർ വഹി ഭോജൻ ലാക്കർ ഉസേ ഖിലാ ജാത്താ ഹെ. അച്ഛൻ ഹുദ്ഹുദ് ഭക്ഷണം കൊണ്ടുവന്നിട്ട് അവർക്ക് കൊടുത്തിട്ട് പോകും. पर दोनों में से कोई भी घोंसले की सफाई नहीं करता. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവരുടെ ആ നെസ്റ്റിനെ ആരും ക്ലീൻ ചെയ്യില്ല. संसार के विख्यात पक्षियों में से एक है ये हुदहुद. വേൾഡിലെ ഏറ്റവും ഫേമസ് ആയ പക്ഷികളിൽ ഒന്നാണ് ഹുദ്ഹുദ്. ये अपनी सुंदरता के लिए तो मशहूर है, पर इसे पालतू नहीं बनाया जा सकता और ना ही इसकी बोली में मिठास है. ये अपनी सुंदरता, ഇത് ബ്യൂട്ടിഫുൾ ആയ ബേർഡ് അല്ലേ? അറ്റ്ലീസ്റ്റ് ക്രൗണും അതിൻ്റെ പല വിശേഷണം കാരണം ബ്യൂട്ടിഫുൾ ആണ്. അത് കാരണം ആ ബ്യൂട്ടിഫുൾനെസ് കാരണം തന്നെ അത് ഫേമസുമാണ്. പക്ഷേ ഇതിനെ ആരും പെറ്റായിട്ട് കണക്കാക്കാറില്ല. ഇതിൻ്റെ സൗണ്ടും സ്വീറ്റ് സൗണ്ടും അല്ല.